സർ, ക്ഷേത്രക്കുളത്തിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ റീൽസ് ചിത്രീകരിച്ചു. അതിന്റെ ശുദ്ധി കലശം ഇന്ന് നടക്കുകയാണ് ഗുരുവായൂരിൽ. ഉച്ചശീവേലി ഉണ്ടത്രേ, പൂജയുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ക്ഷേത്രക്കുളം ശുദ്ധീകരിക്കുന്നത് എന്നറിയുന്നു. അപ്പോൾ അവിടെ പരിസരത്ത് പ്രവേശനമില്ല എന്ന ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പലരും പറയുന്നു. അപ്പോൾ ഇത് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതോ ഒന്നും നോക്കാൻ അവിടെ ആളുകളില്ലേ എന്നൊരു ചോദ്യവും ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ വിഷയം കോടതിയിൽ നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ അഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ജാതിക്കാർക്ക് മതക്കാർക്കൊക്കെ പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഈ ജാസ്മിൻ ജാഫറിന്റെ വിഷയത്തിൽ ഇപ്പം നമ്മൾ വെച്ച് കെട്ടിയിട്ടുള്ള ഡെക്കറേഷനുകളെല്ലാം അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല. അതിൽ ഇൻഫ്ലുവൻസർ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. ക്ഷേത്രത്തിൻ്റെ ആരാധനയ്ക്കുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ക്ഷേത്രതന്ത്രിയുടെയും വിശ്വാസികളുടെയും കാര്യമാണ്. ഈ പറയുന്ന ക്ഷേത്രക്കുളത്തില്, അതായത് എന്താ അതിൻ്റെ പേര് പറയുന്ന തീർത്ഥക്കുളത്തില് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കം എടുത്താൽ മതി. 5000 കൊല്ലം പഴക്കം ഉണ്ടെന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പോൾ അത് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളായിട്ട് തന്നെ പരിഗണിക്കണം. അല്ലാതെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർക്ക് അവിടെ കയറി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യം ചെയ്യാനുള്ള സ്ഥലമല്ല. നമുക്ക് മറ്റൊരു ആരാധനാലയത്തിലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവരുടെ പഞ്ചാബി ദർഗകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തല മൂടാതകത്ത് അവരെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ചിട്ടയുണ്ട്. അപ്പം ഈ ഗുരുവായൂർ ദേവസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ദേവസ്വത്തിന്റെ തീർത്ഥക്കുളം എന്ന് പറയുന്നത് അതിൻ്റെതായൊരു പരിപാവനതയുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിലെടുത്തിയാടാം എന്നുള്ള അർത്ഥമൊന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയില്ല. അതാണ് അതിൻ്റെ ഒരു വിഷയം. ആരെങ്കിലും വാഷ്റൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലല്ലോ. വാഷ്റൂമിൽ പോയി പ്രാർത്ഥിക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എൻ്റെ കാര്യം എന്ന് പറയുന്നത് വാഷ്റൂം എന്ന് പറയുന്നത് വാഷ്റൂം അതിൻ്റെ ഉപയോഗം വേറൊന്നാണ്. അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിന് അല്ലെങ്കിൽ തീർത്ഥസ്നാനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റെവറൻസ് അതിനുണ്ട്. അതാണ് നമ്മളത് കീപ്പ് ചെയ്യേണ്ടത്. അത് ഏത് പുരോഗമനവാദിയാണെങ്കിലും ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ്. മതവിശ്വാസം പുലർത്താനുള്ള അനുമതി ഭരണഘടന നൽകുന്നുണ്ട്. അതിൽ അവരെ മാനിക്കുക എന്നുള്ളതാണ് ആരായാലും ചെയ്യേണ്ടത്. അതിനെ മതമായിട്ടോ ജാതിയായിട്ടോ ഇപ്പൊ ഈ ഇൻഫ്ലുവൻസറുടെ പേര് ഇതായതുകൊണ്ട് അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് മതമല്ല അതിലെ യഥാർത്ഥ പ്രതി. അത് മനുഷ്യന്റെ വിവരമില്ലായ്മയാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ തീർത്ഥക്കുളത്തിന് അത് രുദ്രതീർത്ഥം എന്നാണ് പറയുന്നത്. രുദ്രതീർത്ഥത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവനും പാർവതിയും കൂടെ അവിടെ ഇരുന്ന് ധ്യാനിച്ചതിന് ശേഷമാണ് മമ്മിയൂരിലേക്ക് പോയത്. പക്ഷേ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാൻ അതിൻ്റെ റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ടും ഭഗവാനെ കുളിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ക്ഷേത്രക്കുളം. അവിടെ അതിന് അംഗീകരിക്കപ്പെട്ട ആളുകൾക്കാണ് പ്രവേശനമുള്ളത്. അത് അവർ ക്ലോസ് ചെയ്തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് ടാങ്കിലെ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് കൈകാല് കഴുകാനും മുഖം കഴുകാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഈ പറയുന്ന ഉപാസനയുടെ അല്ലെങ്കിൽ ആരാധനയുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തീർത്ഥക്കുളത്തില് മറ്റൊരാള് അനധികൃതമായിട്ട് പ്രവേശിച്ച് റീല് ചെയ്യുന്നത് ശരിയല്ല. ഏത് കാലം ഏതാണെങ്കിൽ പോലും. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും വേണ്ട, ക്ഷേത്രങ്ങളൊന്നും വേണ്ട, ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചേരെ എന്ന് പറഞ്ഞതിന് ശേഷം അതൊരു വെറും കുളമാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം പണ്ട് കാലത്ത് കേരളത്തിൽ ധാരാളം കുളങ്ങളുണ്ടായിരുന്നു. കുളം
കുളം കലക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് തന്നെ വന്നിരിക്കുന്നത് ആരെങ്കിലും, അതായത് പിള്ളേരൊക്കെ പോയി കുളത്തിൽ പോയി ചാടി അത് കലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെ, അതായത് 1 വയസ്സിനും 1.5 വയസ്സിനും ഒക്കെ അതായത് അവരുടെ വേഗങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കുളത്തിലിറക്കി കുളിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം കേരളത്തിലുണ്ടായിരുന്നു. കാരണം ഈ കുട്ടികൾ അതിൻ്റെ അകത്ത് മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. തണുപ്പടിക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതില് ആ വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് എന്ന് പറയുന്ന ഈ വെള്ളത്തിനെ നമുക്കിപ്പം ഗുരുവായൂർ ഉപയോഗിച്ച് അതേ ടൈം തന്നെ ഉപയോഗിക്കാം, അശുദ്ധിയാക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു എക്സ്ക്രീറ്റ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാനുള്ള ഒരു സ്ഥലമല്ല ഈ കുളം എന്ന് പറയുന്നത്. അവിടെ ആരെങ്കിലും ഒരാൾക്ക് ചാടി വന്ന് അവിടെ ഒരു റീൽ എടുക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അതിനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ക്ഷേത്രത്തിന്റെ കാര്യത്തിനുപരി പ്രകൃതിയിലെ ജലസ്രോതസ്സുകളോടുള്ള ഒരു എന്താണ് ആദരവായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ടത്. കാരണം നമ്മളുടെ മലയാളികളുടെ ആയാലും ഇന്ത്യക്കാരുടെ പൊതുവെ ആണെങ്കിലും ജലം എന്ന് പറയുന്ന സ്രോതസ്സിൽ നിന്നാണ് ജീവന്റെ തന്നെ വളർച്ച. അതിനെ ഏറ്റവും പരിശുദ്ധമായിട്ട് കാണണം എന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ ഒരു താല്പര്യം. അപ്പൊ അതില് ഒരാൾ ഇറങ്ങി എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ കണ്ടീഷൻസ് അനുസരിച്ച് ഇറങ്ങുകയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. കണ്ടീഷന് വിരുദ്ധമായിട്ടാണ് അതിൽ ഇറങ്ങുകയോ അത് കുളം കലക്കുകയോ കുളത്തിലെ മാലിന്യം നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിക്രമമല്ല. നമ്മുടെ ജനാധിപത്യ സർക്കാർ വരെ പറയുന്നത് തണ്ണീർത്തടങ്ങൾ വളരെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് രോഗങ്ങൾ പരത്തുന്നു, മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തണ്ണീർത്തട നിയമം തന്നെ ഗവൺമെന്റിനുണ്ട്. ഇത് മൂടാൻ പാടില്ല, അതിനെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം, അതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആളുകൾ ആചരിച്ചു പോകുന്ന ക്ഷേത്രകുളത്തിൽ, അതായത് അവിടെ തീർത്ഥകുളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാൻ ആറാടുന്ന, ശ്രീകൃഷ്ണൻ ആറാടുന്ന സ്ഥലമാണ് ഈ തീർത്ഥകുളം. അവിടെ അനുമതി മേടിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അനുമതി കിട്ടുകയാണെങ്കിൽ അവിടെ റീലോ എന്താണെന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ പോലെ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന മറ്റൊരു ദേവത ഇന്ത്യൻ ദേവതാ സങ്കല്പങ്ങളിൽ ഇല്ല. അതുകൊണ്ട് ജാസ്മിൻ ജാഫർ പോയിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ എനിക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങി റീൽ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഈ പറയുന്ന വിഷയം ഇതിനെ ഒരു മാധ്യമ വിഷയമായിട്ടും തർക്ക വിഷയമായിട്ടും ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതം കൊടുക്കുന്ന മാർജിൻ, അതായത് സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഹിന്ദുമതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന എന്താണ്, ക്ഷേത്രം കമ്മിറ്റി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ശുദ്ധികലശം നടത്തുകയാണ്. അല്ലാതെ ഈ കൃത്യം ചെയ്ത ആളിനെ പിടിച്ച ഉപദ്രവിക്കുകയോ അകത്തിടുകയോ അല്ലെ കേസ് കൊടുക്കുകയോ ഒന്നും അല്ല ചെയ്തത്. അവരുടെ ഉപാസനയും സങ്കല്പങ്ങളും നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരവിടെ ശുദ്ധികലശം നടത്തുന്നു. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് സമീപിച്ച് അത് ചെയ്തോട്ടെ. ഇനിയും വരുന്ന ആളുകള് ഇത് ക്ഷേത്രമാണ്, ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ക്ഷേത്രോപാസനയ്ക്കുള്ളതാണ്, അതിനെ അതിൻ്റെതായുള്ള നൈർമല്യത്തോടുകൂടി സൂക്ഷിക്കണം എന്നുള്ള വിചാരത്തോടെയും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിധ തർക്കങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രക്കുളം അശുദ്ധിയാക്കരുത് എന്ന മുന്നറിയിപ്പ് നേരത്തെയുണ്ട്. അത്തരത്തിൽ കോടതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്ലിമായ ഒരു യുവതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ കുളത്തിൽ കയറി അല്ലെങ്കിൽ കുളപ്പടവുകളിൽ ഇരുന്നു ജലം തൊട്ടു എന്നൊക്കെയാണ്, അശുദ്ധി വരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് വിഷയമായിരിക്കുന്നത്. ജാസ്മിൻ ചെയ്ത നടപടിയെ അപലപിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പലരും രംഗത്തെത്തുന്നുണ്ട്. പല വിധത്തിലുള്ള ന്യായങ്ങളും ഇതിന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ക്ഷേത്രക്കുളത്തിൽ ജാതിയും മതവും നോക്കി ഇറങ്ങേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം യുവതലമുറയുടെ ഭാഗത്തു നിന്ന്, പുതിയ തലമുറയുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയകളിൽ ഉയരുന്നുമുണ്ട്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.